നാട്ടുകൾ വിഷന്റെ ന്യൂസ് എക്സ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ഓരോ നാടിൻ്റെയും ജീവൻ്റെ നിലനിൽപ്പാണ് ആ പ്രദേശത്തെ പുഴകൾ. മനുഷ്യൻ്റെ അനിയന്ത്രിതമായ കടന്നുകയറ്റം പുഴയുടെ നാശത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ്. പുഴകൾ സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ? ഈ അവസരത്തിൽ നാട്ടുകൾ വിഷൻ അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. തച്ചനാട്ടുകര, ആലിപ്പറമ്പ്, വെള്ളിനേഴി തുടങ്ങി നിരവധി പഞ്ചായത്തുകളിലെ ആളുകൾക്ക് കുളിക്കാനും കുടിക്കാനും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഏക ആശ്രയമാണ് തൂതപ്പുഴയും കൈവരിയായ മുറിയകണ്ണിപ്പുഴയും. എന്താണ് ഇന്ന് നമ്മുടെ പുഴകൾക്ക് സംഭവിച്ചത്? ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? മാറി മാറി വരുന്ന ഭരണാധിവർഗം നമ്മുടെ പുഴകളെ സംരക്ഷിക്കാനുള്ള നടപടികൾ എടുത്തുവോ? പുഴകളിൽ ആവശ്യമായ തടയണകൾ നിർമ്മിക്കാത്തത് കാരണം വെള്ളം വേനൽക്കാലത്ത് നിൽക്കാതെ ഒഴുകിപ്പോവുകയാണ്. ഓരോ ഭാഗത്തും വെള്ളം കെട്ടി നിർത്തുമ്പോഴാണ് സമീപത്തുള്ള കിണറുകളിലേക്കും കുളങ്ങളിലേക്കും വെള്ളം ഉറവയായി എത്തുന്നത്. മുറിയങ്കണ്ണി പുഴയുടെ അത്തിപ്പറ്റ ഭാഗത്തുള്ള പുഴയുടെ അവസ്ഥ ഇന്ന് വളരെ ദയനീയമാണ്. ഇതുവരെയും ഇങ്ങനെയൊരവസ്ഥ നാട്ടുകാർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വരണ്ടുണങ്ങി ശുഷ്കിച്ച് പുഴ ഇന്ന് ഇല്ലാതായിരിക്കുന്നു. എവിടെ നോക്കിയാലും പാറക്കെട്ടുകൾ മാത്രം. ഒരു ഭാഗത്ത് പുൽക്കാടുകളും മറുവശത്ത് വലിയ മരങ്ങൾ പോലും വളർന്ന് പുഴ കാടായി മാറിയിരിക്കുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. പുഴയിലെ നീരുറവ പറ്റിയതോടെ കർഷകർക്ക് കൃഷിക്കാവശ്യമായ വെള്ളമെത്തിക്കാനുള്ള പ്രയാസം ഒരു വശത്തും, കുടിവെള്ള പദ്ധതികൾക്ക് ആവശ്യമായ കിണറിലേക്ക് വെള്ളമെത്താത്ത മറ്റൊരു പ്രശ്നവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ വൈകുന്നേരങ്ങളിൽ പുഴയുടെ തീരത്തിരിക്കുന്നവർ ധാരാളമുണ്ടായിരുന്നു. നമ്മുടെ പ്രദേശത്തുള്ളവരും മറ്റു പ്രദേശത്തു നിന്ന് വന്നവരുമൊക്കെയായി ചങ്ങാത്തവും തമാശ പറയലുമൊക്കെയായി നേരം പോക്കിനു വേണ്ടി പുഴയുടെ തീരങ്ങളിൽ വളരെ നേരം ഇരിക്കുന്ന കാഴ്ച ആരെയും സന്തോഷിപ്പിക്കുന്നതായിരുന്നു. ഇന്ന് ഇതെല്ലാം മാറിയിരിക്കുന്നു. നമ്മുടെ പുഴകൾ നമ്മൾ തന്നെ സംരക്ഷിക്കേണ്ടതല്ലേ? അതിന് നമുക്കൊന്നായി മുന്നിട്ടിറങ്ങണം. ഇല്ലെങ്കിൽ വരും തലമുറയ്ക്ക് ഇവിടെ ഒരു പുഴ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞു കൊടുക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. ഇനി വരുന്നൊരു തലമുറയെ സംരക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഉണർന്നേ പറ്റൂ. നമ്മുടെ പുഴകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. പുഴയ്ക്ക് ജീവൻ നൽകണമെങ്കിൽ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കണം. കടുത്ത വേനലിലും പുഴകളിൽ ജലം നിറയട്ടെ, പുഴ ശാന്തമായി ഒഴുകട്ടെ. ആ പുഴയുടെ തീരങ്ങളിൽ നമുക്കും ഉല്ലസിക്കാം, ഒരുപാട് ഓർമ്മകളുമായി. ഒപ്പം അധികാരികളും ഉണർന്ന് പ്രവർത്തിച്ചാൽ നമ്മുടെ നാട്ടിലെ കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരമാകും. ചരമഗീതം പാടിയ പുഴയ്ക്ക് ഒരു പുതിയ ജീവൻ നൽകുമെന്ന പ്രതീക്ഷയിൽ നാട്ടുകളി വിഷൻ തയ്യാറാക്കിയ ഈ പ്രത്യേക ഫീച്ചർ ഇവിടെ സമാപിക്കുന്നു.
വിദ്യാഭ്യാസത്തിന്റെ അർത്ഥവും ആഴവും തേടുന്ന ഒരു പാഠശാല. വെള്ളിനീഴിയുടെ പൈതൃകമുറ്റ മണ്ണിൽ പുതുതലമുറയെ ഉന്മേഷകരമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു മാതൃകാ സ്ഥാപനം. കുറ്റാനിശ്ശേരി AUP സ്കൂൾ. മികച്ച നിലവാരമുള്ള ലബോറട്ടറി, ഗണിതശാസ്ത്ര അഭിരുചി വളർത്താൻ അബാക്കസ്, കായിക മികവിനുള്ള പരിശീലനം, സാങ്കേതികമായി ഉന്നത നിലവാരം. ഇതൊക്കെ ഈ വിദ്യാക്ഷേത്രത്തിന്റെ സവിശേഷതകൾ. ക്ലാസ് മുറികളിലെല്ലാം AC സൗകര്യം. ഇങ്ങനെ പുത്തൻ തലമുറയ്ക്ക് പുതിയ ഉണർവ് നൽകുകയാണ് ഈ പാഠശാലയുടെ ലക്ഷ്യം. വർത്തമാനകാലത്തിന്റെ അക്ഷരഖനി, അക്ഷയഖനി. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു.